ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഇതെവിടെങ്കിലും മറച്ചു വെച്ചിട്ട് പതുക്കെ നോക്കാം. ഒരുപക്ഷെ ഇതിന് ചെരുപ്പാണെങ്കിൽ എല്ലാരും ചേർന്ന് തന്നെ കളിയാക്കും. നിധിയാണെങ്കിൽ അത് മൊത്തം എനിക്ക് സ്വന്തമാ. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതാണ് ശരിയായ സമയം. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് തുറക്കടാ, വേഗം തുറക്ക. എന്റെ അമ്മേ, ഇതെന്താ പ്രേതോ? താങ്ക് യു. ഇത് സംഗതി കുലുമാലായെന്നാ തോന്നുന്നേ. ഈ മൊട്ടത്തലേന് ആരാ? മനുഷ്യനാണോ അതോ പ്രേതോ? മുത്തശ്ശൻ തന്റെ കൂട്ടുകാരനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മീറ്റ് ചെയ്യും മൈര. അവർ തമ്മിൽ തീർച്ചയായിട്ടും കണ്ടുമുട്ടും. നമുക്ക് ഒരുമിച്ചത് ചെയ്യാം. അവരുടെ മുഖത്ത് സന്തോഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് നിഞ്ച ലാൻഡിലേക്ക് പോകണം. നിഞ്ചാലാൻഡോ? അതിനെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേതായാലും നന്നായി. ഞാനും നിങ്ങളുടെ കൂടെ വന്നേക്കാം. നമ്മൾ എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നത്. ദേ കണ്ടില്ലേ, അതാണ് നിഞ്ച ലാൻഡ്. എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത്? അനുവാദമില്ലാതെ നിഞ്ച ലാൻഡിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇസാങ്കി സാറിനെ കാണണം. അർജന്റായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. അദ്ദേഹത്തെ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ആണോ? അദ്ദേഹത്തെ കാണാതെ നിങ്ങൾ പോവില്ല അല്ലേ? രുദ്ര, ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. മേഘങ്ങളുടെ ജോലി മഴ പെയ്യുന്നതല്ലേ, അല്ലാതെ വല്ലവരെ എടുത്തിട്ട് വേദനിപ്പിക്കുന്നതല്ലോ. ചേടാ, ഈ മേഘങ്ങളെല്ലാം ചേർന്ന് എന്നെ തല്ലി ചതച്ചിരിക്കുകയാണല്ലോ. സൂപ്പർ ഷോട്ട് ആയിരുന്നല്ലേ. റാങ്കിലെ പോലും താഴെ വീണു. നിങ്ങൾക്ക് ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല രുദ്ര. എടാ വരുൺ, മായരയുടെ ബോൾ നീ അടിച്ചു തെറിപ്പിച്ചത് വലിയ കാര്യമൊന്നും അല്ല. എന്റെ ബോൾ നീ ഇതുപോലെ അടിച്ചു കാണിക്കേ, അപ്പൊ സമ്മതിക്കാം. വാ വാ, ഇത് കണ്ടൊന്നും ഞാൻ പേടിക്കില്ല. എല്ലാരും ഞെട്ടിപ്പിക്കുന്ന പോലെ ഞാൻ 6 അടിക്കാൻ പോവാണ്. രംഗീല, ബോളൊന്ന് എറിയ. രംഗീല, ബോൾ കൊണ്ടാണ് വിക്കറ്റ് അടിക്കേണ്ടത്, അല്ലാതെ തല കൊണ്ടല്ല. അതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. ഇപ്രാവശ്യം എനിക്കൊരു ചെറിയ തെറ്റുപറ്റി പോയതാ. ഇനി നോക്കിക്കോ, ബോൾ എന്റെ കൈവിട്ട് പോകാൻ വേണ്ടിട്ട് ഞാനൊരല്പം മാജിക് യൂസ് ചെയ്യാൻ പോവാ. ഏയ്, ഞാൻ വെറുതെ തമാശക്ക് ചെയ്തതല്ലേ. മുത്തശ്ശന്റെ ബർത്ത്ഡേ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എനിക്ക് വേണം. കേക്ക് എപ്പോഴാ വരിക? എനിക്ക് കേക്ക് വേണം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇന്ന് മുത്തശ്ശന്റെ ബർത്ത്ഡേ അല്ലേ? എന്തുമാത്രം ജോലികളാ ബാക്കിയുള്ളത്? പെട്ടെന്ന് പോയി ചെയ്ത് തീർക്കാൻ നോക്ക്. അപ്പൂപ്പൻ ഇപ്പൊ ഇവിടെ എത്താം. ആ ശരി ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് രംഗീല? ഞാൻ എന്റെ മാജിക് യൂസ് ചെയ്ത് എല്ലാ കാൻഡിൽസും കത്തിക്കാം. അന്തർ മന്തർ കാളിക്കൽ അന്തർ ചൂ. ഒന്ന് നിൽക്ക്. വേണ്ട.
മൈര, ഞാൻ ക്യാൻഡിലാണ് കത്തിക്കാൻ പറഞ്ഞത്, എന്നാൽ നീ എന്റെ പാന്റാ കത്തിച്ചിരിക്കുന്നേ. ഈ പ്ര- കാൻഡി കാൻ എന്റെ ഫേവറേറ്റ് ആണ്. അതിലൊരു 4-5 ഞാനും കഴിക്കാൻ പോവാ. എനിക്കത് കുറച്ച് വേണം. ശ്ശെടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. വേണ്ട. വേണ്ട വേണ്ട വേണ്ട, സോറി. അറിയാതൊരു തെറ്റ് പറ്റി പോയതാ. ഇനി ഞാൻ ഒരിക്കലും കാൻഡി കഴിക്കില്ല. കാൻഡി കഴിക്കാൻ പോയതിന് ഇത്ര വലിയ ശിക്ഷയോ? രക്ഷിക്കണേ. വേണ്ട വേണ്ട വേണ്ട, സോറി. ഇനി ഞാൻ കാൻഡി കഴിക്കില്ല. ഇല്ല ഇല്ല, ഞാനിതൊന്നും ചെയ്യില്ല. സോറി സോറി. രക്ഷിക്കണേ. ഇങ്ങനെ വട്ടം കറങ്ങി ഓടുന്ന സമയത്ത് എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, ഒന്ന് കഴിക്കാൻ നിങ്ങൾ തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാനിപ്പോ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ മൈര. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഷേക്ക് ചെയ്തോണ്ടിരിക്കെ, ഷേക്ക് ചെയ്തോണ്ടിരിക്കെ. നല്ല അടിപൊളി അരിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, എനിക്ക് ചിക്കൻ തന്തൂരി വേണം. ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ. ഏ ഡ്രാഗൺ, ദേ ഇവിടെ. ഡ്രാഗൺ എവിടെ പോയി? എന്താ ആലോചിക്കുന്നേ? ഇനിയും ചിക്കൻ വേണോ? എന്താ തരട്ടെ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ വേണ്ടത്? ഞാൻ? അത് ശരി, ഞാനോ? ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ തരില്ല. ഇവന്മാര് വിടാതെ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ. ഓ സ്റ്റോപ്പ്. സുഹൃത്തുക്കളെ, ശരിക്കുള്ള ഫൈറ്റ് വൂൾഫ് കിങ്ങിനും രുദ്രയ്ക്കും തമ്മിലാണ്. ആര് ജയിക്കുന്നോ അവരാണ് രാജാവ്. എനിക്കാണെങ്കിൽ ഇപ്പോ ശരിക്കും വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വേഗം പറഞ്ഞോ.